വളവിന് മുകളിൽ വെച്ചിട്ടാണ് ബസ്സിന് നിയന്ത്രണം നഷ്ടമാകുന്നത്. അതായത് ബ്രേക്ക് പോയി എന്ന ഡ്രൈവർ യാത്രക്കാരോടെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ വളവിൻ്റെ ആ ഭാഗത്ത് ഇടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പോലും അതിന് സാധിച്ചില്ല. അതിനുശേഷം വാഹനം നേരെ ഈ ഒരു വളവ് തിരിഞ്ഞ് നിർത്താൻ വേണ്ടി പരിശ്രമിച്ചുവെങ്കിൽ നടത്തിയിരുന്നില്ല. അതിനുശേഷം വാഹനം നേരെ ഈ ക്രാഷ് ബാരിയറിലേക്ക് വന്ന് ഇടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് മുതൽ നമുക്ക് കാണാൻ സാധിക്കും ക്രാഷ് ബാരിയറിൽ ഉരഞ്ഞാണ് വാഹനം ഇവിടെ മുതൽ ഇടിച്ച് പോകുന്നത്. ആ ഉരഞ്ഞ പാടുകൾ നമുക്ക് ആ ക്രാഷ് ബാരിയറിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു 10-20 മീറ്റർ ദൂരത്തിൽ ഈ ക്രാഷ് ബാരിയറിലൂടെ വാഹനം ഉരഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഉരഞ്ഞ് വന്നതിന് ശേഷം അല്പം വേഗത കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നാണ് വാഹനം താഴേക്ക് പതിക്കുന്നത്. ഇവിടെ നിന്ന് വാഹനത്തിൻ്റെ പിറകുവശം ഊർന്ന് താഴത്തേക്ക് പതിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഉണർന്നിരുന്നവരെല്ലാം തന്നെ അലർട്ടായിരുന്നതുകൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല. പക്ഷേ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും 3 പേരും മരണപ്പെട്ടിരുന്നു. ഇതിന് സമീപത്തുണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ആ ഇലക്ട്രിക് പോസ്റ്റ് ഇടിക്കുമ്പോഴാണ് മുൻവശത്തെ ഗ്ലാസ് അടക്കം തകരുന്നത്. അതിനുശേഷം ഇവിടെ എത്തിയ വാഹനം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ഈ രാവിലെ എത്ര മണിയായി കാണും ഈ ഒരു അപകടം നടക്കുമ്പോൾ? 6 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. ഞങ്ങൾ ഇവിടെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, ഇവിടെ അടുത്തുള്ളവർ വിളിച്ചു പറഞ്ഞു. അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലുള്ളവരാ. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളിവിടെ 1.5 കിലോമീറ്റർ മേളിലാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ ടാക്സി ഡ്രൈവർമാരാണ്. ഞങ്ങളിത് 2012 മുതൽ അടിക്കടി ഞങ്ങൾ ഇതിന് പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ റോഡിൻ്റെ ഇതും അവിടെ സ്ലാബ് ഇടണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ബസ് കയറി അടിച്ചതാണ് ആ മതിലിനിട്ട്. അവിടെ ആ മതിലിനിട്ട് അടിച്ച് ഞങ്ങൾ അന്ന് മുതൽ പരാതി നൽകുന്നതാണ്. പക്ഷേ ആരും ഗൗരവപരമായിട്ട് എടുക്കുന്നില്ല. ശബരിമല സീസണ് മുമ്പായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ശബരിമല സീസണ് മുമ്പായിട്ട് ഇവിടെ NHAR കാട് വെട്ടിയത് ഈ കാണുന്നത് അതായത് മൊത്തം ഏണി വെച്ച് വെട്ടണം എന്നുള്ള നിയമം നിലനിൽക്കുകയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ ക്രാഷാട് ഉറപ്പിച്ചിരിക്കുന്ന ഈ സിമെൻറ്റിൻ്റെ കഷ്ണം എടുത്ത് നോക്കിക്കേ, ഒരു അലുവയുടെ കഷ്ണം പോലും ഒരു പൊറോട്ടയുടെ കഷ്ണം ഒരു വലിപ്പം പോലും ഇല്ലാതാണ് ഒരു ചട്ടി സിമെൻറ്റും 1/2 ചട്ടി മണലും ഒരു കുഴിക്ക് ഇടുന്നതാണ്. കാരണം ഇതിൽ വണ്ടി ഇടിച്ച് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സാധനം പണിത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അപകടം വരുത്തി വെക്കുന്ന സാധനം ഇതാണ്. ഏറ്റവും കൂടുതൽ അപകടം വരുത്തി വെക്കുന്നത് ഇത് 4ാമത്തെ അപകടമാണ്. ഇവിടെ ഈ നടന്നിരിക്കുന്ന 4ാമത്തെ അപകടമാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ വളവിന് നല്ല വേഗത വരുന്ന ഒരു വണ്ടിക്ക് നല്ല മറിവാണ്. 1.5 ഇഞ്ച് കനത്തിലാണ് അവിടെ ആ ടാറിങ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. റോഡ് കുഴിച്ചൊരു ടാർ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല. റോഡ് ലെവൽ ചെയ്യാനായിട്ട് അതിന് മേളിലേക്ക് ചെയ്ത് വിടുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും കണ്ടോ അത് അന്നേരം കുഴി അടച്ചു പോവുക എന്നുള്ളൊരു പരിപാടിയാണ് നടക്കുന്നത് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ശബരിമല സീസൺ ആണെങ്കിൽ ഈ സ്വാമി വണ്ടി കടന്നു വരുമ്പോൾ അത് ചെക്ക് പോസ്റ്റുകളിൽ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ടയർ വാഹനങ്ങളാണ് ഇതെല്ലാം. 407 ഐഷർ അതുപോലുള്ള വണ്ടികൾ ബോഡി ചെയ്ത് സിംഗിൾ ടയർ വണ്ടിയാണ്. ആ വണ്ടിക്കകത്ത് 22 സീറ്റുണ്ട്. 22 സീറ്റ് 28 പേര് ഏകദേശം ഞങ്ങൾ മിക്കവാറും എടുക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഒരു വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ മിക്കവാറും എടുക്കാറുള്ളതാണ്. ആ വണ്ടിക്കകത്ത് നിന്ന് 25 പേര് 27 പേര്. ഇതിന് തൊട്ട് താഴത്തെ വളവ് നേരെ താഴെ 3 പേര് മരണപ്പെട്ടാണ്. ഒരു സൈഡ് തലയുടെ ഒരു പകുതി ഇല്ലാതെ. ഇതൊക്കെ ചെക്ക് പോസ്റ്റ് കടന്ന് ഇങ്ങോട്ട് പോരുന്ന വാഹനങ്ങൾ. ചെക്ക് പോസ്റ്റ് ചെക്ക് ചെയ്താൽ ഇതെല്ലാം പരിഹരിക്കാനുള്ള പ്രശ്നമുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ അതിന് ഒരു കൃത്യമായ പരിശോധന നടത്തി കടത്തിവിടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിച്ചിരിക്കുന്നത് ഈ വളവിലെ റോഡ് ഉയർത്തുന്നതിനും സ്ലാബ് ഇടുന്നതിനും ഒരു നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ ക്രാഷ് ബാരിയറുകൾ ഉറപ്പോടുകൂടി സ്ഥാപിക്കുന്നതിന് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് ആ അപകടം നടന്നിരിക്കുന്നത്. ബസ്സിൻ്റെ മുൻഭാഗം കുത്തി വീണ് പുറകോട്ട് മറിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ ഒരു 600 അടി താഴ്ചയിലേക്ക് ഈ വാഹനം പതിക്കും വലിയൊരു ദുരന്തത്തിലേക്ക് അത് പോകുമായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ നിന്ന 2-3 ക്രാഷ് ബാരിയറിൽ ഇടിച്ച് വേഗത കുറഞ്ഞ വാഹനത്തിനൊന്ന്, രണ്ടാമത് താഴെ എത്തിയിരിക്കുന്ന ഈ 1-2 റബ്ബർ മരങ്ങളിൽ നിന്നാണ് വലിയ ഒരു അപകടമില്ലാതെ ഒഴിവാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അതിന് സംയുക്ത പരിശോധന നടത്തും. അതിനുശേഷം നടപടികളിലേക്ക് കടക്കും. ബ്ലാക്ക് സ്പോട്ടുകളിൽ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും 4 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ബാക്കിയുള്ളവർ തുടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.